എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൻ വേഡിലേക്ക് സ്വാഗതം. ഇന്ന് കുഞ്ഞൻ മത്തി കൊണ്ട് നമ്മൾ കപ്പയ്ക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എനിക്കിവിടെ കുറച്ച് കുഞ്ഞൻ മത്തി ഇട്ടിട്ടുണ്ട്. ചെറിയ മത്തിയാണ് കേട്ടോ കിട്ടിയത്. ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മത്തി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കുക. അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് ചെറുതായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചട്ടിയുടെ ചൂട് കൂടിയപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കറിവേപ്പില കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കപ്പോൾ കറിവേപ്പില കരിയാതെ ഒന്ന് നോക്കണേ. ഇനി അതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഉള്ളി ഒന്ന് നല്ലതായിട്ടൊന്ന് വശക്കി എടുക്കാം. അതിനുവേണ്ടി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി വയന്ന് കിട്ടും കേട്ടോ. നമ്മൾ തീ കുറച്ച് വെച്ച് വേണം ഇത് വഴറ്റിയെടുക്കാം. മൺചട്ടി നല്ല ചൂടായിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ചൂടിരുന്നതിന് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതിനെ മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മൂടി വയ്ക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. അധികം നമുക്ക് വെന്ത് ഉടയേണ്ട, ഒന്ന് നല്ലതുപോലെ ഒന്ന് വാടി കിട്ടണം കേട്ടോ. ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി കിട്ടണം. അപ്പോൾ ഉള്ളി ഇവിടെ നല്ലതുപോലെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 3 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിനെ മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വരണം കേട്ടോ. അപ്പോൾ തക്കാളി എല്ലാം ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു അളവിൽ വേണം എല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടി, 1/2 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ എരിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരു ചെറിയ ഉരുള എടുത്ത് നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത പുളിയാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് കറിക്ക് എല്ലാത്തിനും ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതിനെ മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. അധികം വറ്റിയാൽ കുറുകി കിട്ടണം കേട്ടോ. ഇതിവിടെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ ഉടച്ച് ആ തക്കാളിയെല്ലാം നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടിയ ശേഷം വേണം നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ 1/2 മുറി തേങ്ങയുടെ പാല് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മത്തിക്കറി ഇങ്ങനെ തയ്യാറാക്കി കഴിക്കാൻ. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ മീനും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചേർക്കുകയാണെങ്കിൽ മീൻ പൊടിഞ്ഞു പോകാതെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം മീൻ വേവാൻ അധികം താമസമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ മീനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുഞ്ഞൻ മത്തിയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മീൻ കറിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിനെ നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നല്ലതുപോലെ ആദ്യം തിളപ്പിച്ച ശേഷം പിന്നെ തീ കുറച്ച് വെച്ച് വേണം അതിനെ ഒന്ന് വറ്റിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ ഇവിടെ മീൻ കറി വെച്ച് കൊടുത്തത് നല്ലതുപോലെ തിളച്ച് എല്ലാ ഭാഗവും നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ച് നമുക്കിതിനെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മീൻകറി നല്ലതുപോലെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്ത് നമുക്കിതിനെ ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ
കുഞ്ഞൻ മത്തി കൊണ്ടുള്ള കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ.